ചരിത്ര വിജയം നേടി 4 നാൾ പിന്നിടുമ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തലസ്ഥാനത്ത് നടന്നത് തിരക്കിട്ട ചർച്ചകൾ. രാവിലെ മുതൽ നിയുക്ത MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിയ AICC നിരീക്ഷകർ വൈകുന്നേരം ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തിയ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. MLA-മാരിൽ വലിയൊരു പങ്കിന്റെ പിന്തുണയും ലഭിച്ചത് KC വേണുഗോപാലിനാണെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണ VD സതീശനാണ്. 48 MLA-മാരുടെ പിന്തുണ കിട്ടിയെന്ന് KC പക്ഷത്തിന്റെ വാദം. എന്നാൽ UDF ഘടകകക്ഷികളായ മുസ്ലിം ലീഗിന്റെയും ജോസഫ് ഗ്രൂപ്പിന്റെയും പിന്തുണ സതീശനാണെന്നാണ് വിവരം. ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും തീരുമാനം നീളില്ലെന്നും AICC നിരീക്ഷകൻ അജയ് മാക്കൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി. കൂടാതെ നേതാക്കളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ഫ്ലക്സ് യുദ്ധവും ഇന്ന് കൂടുതൽ കനത്തു. അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എന്താകും എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ നേതൃത്വത്തിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുമോ? കാണാം RD എക്സ്ട്രാ. മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാൻ രാവിലെ മുതൽ കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞ AICC നിരീക്ഷകർ വൈകുന്നേരം ഘടകകക്ഷി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. ഇനി നിരീക്ഷകർ തിരികെ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്താനുമാണ് തീരുമാനം. മുഖ്യമന്ത്രി ചർച്ചയിലെ AICC തീരുമാനം അംഗീകരിക്കുമെന്ന AICC പ്രമേയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അംഗീകരിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഒറ്റവരി പ്രമേയത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്താങ്ങി. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് VD സതീശൻ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമാകില്ലെന്ന കടുത്ത നിലപാടിലാണ് സതീശൻ. MLA-മാരുടെ എണ്ണം എന്ന സാങ്കേതിക മാനദണ്ഡം മാത്രം നോക്കരുതെന്നാണ് VD സതീശൻ അനുകൂലികളുടെ ആവശ്യം. നേതാക്കളെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പോര് തെരുവിലേക്കും നീളുകയാണ്. VD സതീശനെ അനുകൂലിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. ഇന്ദിരാഭവന് മുന്നിൽ KC വേണുഗോപാലിന്റെ കൂറ്റൻ ഫ്ലക്സ് ഉയർത്തിയായിരുന്നു KC അനുകൂലികളുടെ പ്രതിരോധം. അതിനിടെ VD സതീശനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് K സുധാകരനും രംഗത്തെത്തി. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. മുഖ്യമന്ത്രി ആരാകുമെന്ന സുപ്രധാന ചർച്ചകൾക്കിടെ VD സതീശനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ K സുധാകരൻ. പാർട്ടിയിൽ ഒരു സതീശനല്ല, ഒരുപാട് സതീശന്മാരുണ്ടെന്നായിരുന്നു സുധാകരന്റെ പരാമർശം. നിരീക്ഷകരോട് ഒരു പേര് പറയുകയല്ല, പകരം ഒരു ഫോർമുല മുന്നോട്ട് വെച്ചെന്നും K സുധാകരൻ പറഞ്ഞു. Not only VD Sadishan, there are so many VD Sadishan in party. Indian National Congress is a lot of leaders, bulk of leaders. Everywhere we have a very good leadership is there. Among them, you suggest like this, that's also in this. മുഖ്യമന്ത്രി ചർച്ചകളിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഘടകകക്ഷി നേതാക്കളും പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിറ്റിംഗ് MLA തന്നെ വേണമെന്നാണ് താൻ നിരീക്ഷകരെ അറിയിച്ചതെന്ന് PJ ജോസഫ് വ്യക്തമാക്കി. ലീഗിൽ ചർച്ച ചെയ്ത കാര്യം നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ടെന്നും ഇനി കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കട്ടെ എന്നും PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് RSP ആരുടെയും പേര് പറഞ്ഞില്ലെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്നും ഷിബു ബേബി ജോണും വ്യക്തമാക്കി. Better to be an existing MLA. Better to be an existing MLA. So you have said better to be an existing MLA. പാർട്ടിയുടെ ഒപ്പീനിയൻ അവരോട് അറിയിച്ചു. അതിന് അവരുടെ ലീഡർഷിപ്പിനെ അറിയിച്ച് അവിടുന്ന് പിന്നെ എന്താ അതിൻ്റെ നടപടിക്രമം എന്നുള്ളത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കോൺഗ്രസ് പാർട്ടി ഏത് നേതാവിനെ തീരുമാനിക്കുന്നോ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് അറിയിക്കുകയും ചെയ്തു. പൊതു ചർച്ച മാത്രമേ ഉള്ളൂ, ആര് വേണമെന്നൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ RSPയുടെ നിലപാട് അറിയിച്ചു. കോൺഗ്രസിന്റെ ദേശീയ പാർട്ടി നേതാവ് ആരാണ് അത് RSPക്ക് സ്വീകാര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിനായി മണ്ഡലം മാറിക്കൊടുക്കാൻ തയ്യാറാണെന്ന് നിയുക്ത ആലപ്പുഴ MLA AD തോമസ് സൂചിപ്പിച്ചു. പാർട്ടി എന്താവശ്യപ്പെട്ടാലും അനുസരിക്കുമെന്നും AD തോമസ് പറഞ്ഞു. അത് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എല്ലാ അഭ്യൂഹങ്ങളാണ്. എല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഞങ്ങളെപ്പോലുള്ള ഒരു എളിയ പാർട്ടി പ്രവർത്തകർ പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മറിച്ച് ബാക്കിയെല്ലാം അഭ്യൂഹങ്ങളായി തന്നെ തുടരുകയാണല്ലോ. പാർട്ടി നമ്മളെപ്പോലൊരു ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു KSU പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്ന് ഈ സംഘടനയുടെ കൊടി പിടിച്ചിട്ടുണ്ടോ അന്ന് ആ കാലം മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ, നാളെ മരണം വരെ പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ കടമയാണ്.
മുഖ്യമന്ത്രി ചർച്ചകളിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയുന്നതിനെ നിശിതമായി എതിർത്തുകൊണ്ടായിരുന്നു നിയുക്ത മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ പ്രതികരണം. മുസ്ലിം ലീഗിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ലക്ഷ്മണരേഖ മറികടന്ന് കോൺഗ്രസ് ഇടപെടാറില്ല എന്നും ഇങ്ങോട്ടും അങ്ങനെ തന്നെ വേണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അഭിപ്രായങ്ങളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ, എന്തോരം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ ആരും അതിനൊരു ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ആരും ക്രോസ് ചെയ്യാറില്ല, ക്രോസ് ചെയ്യത്തില്ല. അത് രാഷ്ട്രീയ മര്യാദയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. ഭരണപരിചയക്കുറവ് എന്ന വിമർശനത്തിന് നരേന്ദ്രമോദിയെ ഉദാഹരിച്ചുകൊണ്ടാണ് VD സതീശൻ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പ്രതികരണം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി. ഗുജറാത്തിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ നരേന്ദ്രമോദിക്ക് മുൻപരിചയമുണ്ടായിരുന്നില്ലെന്നും ഭരിക്കാൻ ആവശ്യം പരിചയമല്ല കാഴ്ചപ്പാടാണെന്നും VD സതീശൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. When Narendra Modi became the chief minister, what was his administrative experience? He was a party organizer, not even a senior parliamentarian. So our vision is very important. This is, I used to say to my business friends that this is just like doing business also. That we should have a plan. We have to, the main thing is the team building. Team building is very important. To selection of the right people around you, that shows your leadership. Then the project implementation. Then the marketing. The business people are marketing their products. We are marketing ourselves. കോൺഗ്രസ് നേതാക്കളുടെ തിരക്ക് പിടിച്ച മുഖ്യമന്ത്രി ചർച്ചകൾക്കൊപ്പം പ്രവർത്തകരുടെ വികാരപ്രകടനങ്ങളും ഫ്ലക്സ് യുദ്ധവും എല്ലാം ഇന്നും നിറഞ്ഞു നിന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ അനുകൂലിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയത് നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞെന്ന് ആരോപിച്ച് മാത്യു കുഴൽനാടനെതിരെ മൂവാറ്റുപുഴയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് നേതാക്കളും പ്രതിഷേധമുയർത്തി. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി. എന്തായാലും രസകരമായി കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളും അതേ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം, കണ്ണേ കരളെ എന്ന് മുമ്പ് VS വേണ്ടി തെരുവിൽ മുഴങ്ങിയ മുദ്രാവാക്യം ഇപ്പോൾ ഇപ്പുറത്ത് VD സതീശന് വേണ്ടി തെരുവിൽ മുഴങ്ങുന്നത് കൂടി നമുക്ക് കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പരിസമാപ്തി? ഇത് ശരിക്കും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണല്ലോ ഹർഷ. അതായത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല. ഞാൻ സന്തോഷകരം എന്ന് പറയുന്നത് ശരിക്കും സീരിയസ് ആയിട്ട് പറയുന്നതാണ്. നമുക്കിപ്പോൾ ഒരു 10 വയസ്സൊക്കെ കുറഞ്ഞ പോലെയല്ലേ, അതായത് 10 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടതുപോലെ ഒരു നല്ല രസകരമായ സാഹചര്യം. അതായത് ഇത് ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ എന്താണ് ഇത് ഡ്രാമ. ഇന്ന് രാവിലെ ഞാൻ വന്നിട്ട് ഓഫീസിൽ എത്തിയിട്ട് 10 മണി തൊട്ട് ഫുൾ ടൈം TV മുമ്പിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെല്ലാം, ഒരുപക്ഷെ രാഷ്ട്രീയ താല്പര്യം ഇല്ലാത്ത ആളുകളും TV മുന്നിൽ ഓരോ നിമിഷവും ഇന്ദിരാഭവൻ്റെ മുമ്പിൽ നിന്ന് രസകരമായ വിഷ്വൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. KC വേണുഗോപാലിൻ്റെ ഫ്ലക്സിന് മുകളിലേക്ക് ഇങ്ങനെ പാല് ചീറ്റുന്നത് ഒക്കെ കാണുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ടോ നമ്മൾ? സിനിമയിൽ മറ്റോ രജനീകാന്തിൻ്റെ പടം വരുമ്പോഴൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നല്ല രസം. ഇത് പക്ഷേ എന്തോ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഞാൻ പരിഹസിക്കുകയാണ്. സത്യമായിട്ടും അല്ല, ഞാൻ സീരിയസ് ആയിട്ട് വളരെ സന്തോഷകരമായിട്ടൊരു സാഹചര്യമാണ്. ഞാനിത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് വിചാരിക്കുന്നത്. അതായത് നമ്മൾ 10 വർഷക്കാലത്തെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിന് ശേഷം കോൺഗ്രസ് അതിൻ്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു, UDF അതിൻ്റെ ശക്തി തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ UDF അവരെന്താണ് ഇന്ന് കേരളത്തെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കൾ പിന്നെ അവരൊക്കെ കോൺഗ്രസിനെ കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താണ് കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അപ്പോൾ അവർ കോൺഗ്രസിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള ഈ രീതികൾ കണ്ട് ഭയങ്കര പ്രതിപക്ഷ കോൺഗ്രസിനെ മാത്രമേ കണ്ടുള്ളൂ. അത് പ്രതിപക്ഷത്തെ കോൺഗ്രസ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ എത്തിയപ്പോഴല്ലേ അവർ ആക്റ്റീവായിട്ട് വന്നത്. അതുവരെ അവരങ്ങനെ
കുട്ടികളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് രാഷ്ട്രീയ താല്പര്യം പൊതുവിലില്ലാത്ത സാധാരണ മനുഷ്യരുടെ അതിൽ തന്നെ ചെറിയ പ്രായക്കാരുടെയൊന്നും ശ്രദ്ധയിലേക്ക് വരാനുള്ള ഒരു പരിപാടിയും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവരങ്ങനെയാണ് സാധാരണ. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ എന്താ ശരിക്കും നിങ്ങൾ ആലോചിച്ചു, ശരിക്കും വർഷം ആലോചിച്ചു. അതായത് ഈ 3 പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അതായത് 3.25 കോടി ജനതയുള്ള കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാൻ 3 ആളുകൾ, ഒരേമാതിരി കരുത്തുള്ള ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്നാണ് തെളിയിക്കപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഇവരാരും വഴക്കിട്ട് അങ്ങോട്ടും കൊണ്ട് ചീത്ത വിളിക്കുന്നൊന്നുമില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളെ എന്തെങ്കിലും പറയും. ഇപ്പോൾ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല പറയുമോ, രമേശ് ചെന്നിത്തല VD സതീശനെ പറയുമോ, പരസ്പരം കുറ്റപ്പെടുത്തുകയോ വേണ്ടാത്ത വർത്തമാനം പറയുകയോ അവർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കാലത്ത് കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും ചിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ കുറേ കാലം മുമ്പ് കോൺഗ്രസിൻ്റെ കാലം കണ്ടപ്പോൾ അതും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇത് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ദിവസം 5 ദിവസമോ 10 ദിവസമോ കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ മറ്റു 2 ആളുകളും ഞങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു ബൈറ്റും ഇപ്പോൾ ഏതായാലും അന്തരീക്ഷത്തിലില്ല. ഇനി എങ്ങോട്ട് പോകും എന്താണെന്ന് നമുക്കറിയില്ല. ഇതുവരെ ഒരു പ്രശ്നവും അന്തരീക്ഷത്തിലില്ല. ആളുകൾ അവരവരുടെ നേതാക്കളെ വലിയ ആരാധനയോടെ കാണുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ദൂരെ നിന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ആദ്യ ദിവസങ്ങളിൽ VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ VD സതീശൻ ആകണം. പിന്നെ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ വർഷം കിട്ടാത്തതാണല്ലോ, അദ്ദേഹത്തോടൊരു കൗതുകമുണ്ട്. KC വേണുഗോപാൽ പ്രധാനപ്പെട്ട ആളുമാണ്. അപ്പോൾ എന്നാലും VD സതീശനാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് അദ്ദേഹം അർഹിക്കുന്നതാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഇന്നലെ വരെയൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ അതാണ് സംഭവിക്കുക എന്നൊരു തോന്നലാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് എങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ മൊണാലിസ ചിത്രത്തെ നോക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയാലും നമ്മളെ നോക്കുന്ന ആളുടെ ഭാഗത്തേക്ക് നോക്കുന്ന പോലെ തോന്നുന്നില്ലേ പറയാം. അപ്പോൾ അതുപോലെ ഇത് നോക്കുമ്പോൾ ഞാൻ ഈ KC ആണ് നല്ലത് എന്ന് വിചാരിച്ച് KCയെ നോക്കുമ്പോൾ ഒരുപാട് പോയിന്റ്സ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയാണ് RC ആണെന്ന് പറയുമ്പോൾ RC കൊള്ളാം. കഴിഞ്ഞ തവണ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് മിസ്സായത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, ഈ കോവിഡിൻ്റെ കാരണം കൊണ്ടാണല്ലോ. അതുകൊണ്ട് RC സീനിയർ ആണല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം സർവ്വഥാ യോഗ്യനാണല്ലോ എന്ന് തോന്നും. ഇപ്പോഴത്തെ VD നോക്കിയാൽ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തി 100 മുകളിൽ നിന്ന് പ്രവചിച്ചു. അത് അങ്ങനെ തന്നെ കൊണ്ടുവന്നു. എല്ലാ സെക്ഷൻ ഓഫ് ആളുകളെയും കൊണ്ടുവന്നിട്ട് വിജയിച്ചു. VD ആകണം. KC വേണുഗോപാലാണെങ്കിൽ ഇപ്പോൾ കുറേ ആൾ എഴുന്നേക്ക് കാണുമ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പിലും G സുധാകരനൊക്കെ കൊണ്ടുവന്ന അദ്ദേഹമല്ലേ, അപ്പം വലിയൊരു നീക്കം അദ്ദേഹം നടത്തിയില്ലേ. VD ആകണം എന്ന് ഏത് ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും അയാൾ കൊള്ളാം, ആ നേതാവ് കൊള്ളാം എന്ന് വിചാരിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ അതിൻ്റെ ആത്യന്തിക ഫലം എന്താണ്? ആത്യന്തിക ഫലം കോൺഗ്രസ് 3 സുപ്രധാന ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാവുന്ന അത്രയും വലിയ നേതാക്കൾ ഈ പാർട്ടിക്കുണ്ട് എന്ന് ഈ ചെറിയ കുട്ടികൾ പരിചയിക്കുക. അപ്പോൾ മാത്രവുമല്ല, ഇത്രമാത്രം ആളുകൾ ഉണ്ട് എന്ന് അവർ പരിചയിക്കുക. PK കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നു, ഷിബു ബേബി ജോണിനെ കാണുന്നു, അപ്പുറത്ത് ഈ പറയുന്ന കുറേയേറെ വലിയ നേതാക്കന്മാരെ കാണുന്നു. അവർ വന്നിട്ട് അവരുടെ അഭിപ്രായം പറയുന്നു. PJ ജോസഫ് എന്ന് പറയുന്നു. പിന്നെ ചെറുപ്പക്കാരായുള്ള MLA മാർ വരുന്നു. അവർ ഞങ്ങൾ ഇന്ന ആളുകളുടെ കൂടെയാണെന്ന് പറയുന്നു. AD തോമസ് വന്നിട്ട് ഞാനിതാ ഈ സീറ്റ് ഒഴിച്ചുവിടാൻ പോവാണ്. അപ്പോൾ ഇതൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള പാർട്ടിയാണെന്നും ഇതിനകത്ത് നിറയെ ആളുകളുണ്ടെന്നും മുഖ്യമന്ത്രിയാകാൻ തന്നെ 3 പേരുണ്ടെന്നും ഒക്കെ കേരളം പരിചയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡ്രമാറ്റിക്കായുള്ള സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ അർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത്രയും നാളും 10 വർഷം CPM-ൻ്റെ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് അതേ രീതിയിലാണ് മുഖ്യമന്ത്രിയെ ഉണ്ടാക്കേണ്ടത്. വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ പോയിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം എന്ന രീതിയാണ് നമുക്ക് പരിചയിച്ചതും അതാണല്ലോ ഒരു സുഖകരമായ കാര്യം തോന്നുന്നതുകൊണ്ടുമാണ്. അങ്ങനെ തോന്നുന്ന ആളുകൾക്കാണ് ഇതൊരല്പം കടന്നോ എന്നൊരു തോന്നൽ ഉണ്ടായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം മാത്രം ഇന്നത്തെ സംഭവ വികാസങ്ങളാകെ ഒരു എതിർക്കാൻ തോന്നിയൊരു കാര്യം മാത്യു കുഴൽനാടൻ്റെ നിലപാടാണ്. മാത്യു കുഴൽനാടൻ ലീഗിനെ വല്ലാതെ രീതിയിലല്ലെങ്കിലും പരോക്ഷമായിട്ടല്ലാത്ത വിധം മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ വിമർശിച്ചു. ലീഗ് എന്താണ് ഇടപെടുന്നതെന്ന് ചോദിച്ചു. അത് മോശമായി പോയെന്നൊരു അഭിപ്രായം എനിക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗിന് എന്താ ഇടപെടാൻ കുഴപ്പം? മുസ്ലിം ലീഗ് പിന്നെ ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ ഇടപെടാറില്ലല്ലോ. ഞങ്ങൾ ലക്ഷ്മണരേഖ ഇത് ലക്ഷ്മണരേഖ ലംഘിക്കപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ കാര്യം ഇടപെടുന്ന പോലെയല്ല. ഇത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവരുടെ മുന്നണിയിലെ 2ാമത്തെ കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അവരുടെ അഭിപ്രായം പറയുന്നതാണ്. അതിന് അവർക്ക് അവകാശമില്ലേ? അവരുടെ കൂടെ ചേർന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ അവരുടെ മുന്നണിക്കകത്ത് അഭിപ്രായം ലീഗിന് പറയാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും അധികാരമില്ല എന്ന നിലപാട് മാത്യു കുഴൽനാടൻ എടുത്തത് അങ്ങേയറ്റം മോശമായ കാര്യമായിപ്പോയി. അതൊരല്പം കുറച്ച് പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഇതെന്താണ് ഇന്നലെ വരെയുള്ള ആളുകളല്ലോ ഇപ്പോൾ കാണുന്നത് എന്ന് ചില വാർത്താവതാരകർക്ക് തോന്നുന്ന വിധത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് കടുത്തു. അത് പാടില്ലായിരുന്നു. കാരണം മുസ്ലിം ലീഗ് എപ്പോഴും വളരെ മാന്യമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അവർക്ക് അവരുടെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമൊക്കെ കടന്നിട്ട് കോൺഗ്രസ് അവരുടെ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ആ നേതാവിനെയും മുഖ്യമന്ത്രിയെയും അവർ അംഗീകരിക്കുക തന്നെ ചെയ്യും. നാളെ ഹൈക്കമാൻഡ് അവർ പറയുന്ന VD സതീശനെയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഹൈക്കമാൻഡ് KC വേണുഗോപാൽ വരണമെന്നോ രമേശ് ചെന്നിത്തല വരണമെന്നോ പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന പാർട്ടിയായിരിക്കും ലീഗ്. ലീഗ് അങ്ങനെ വളരെ ഡീസൻ്റായുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയോട് ചെന്നിട്ട് ഈ ഘട്ടത്തിൽ ചെന്ന് കോർക്കേണ്ടുന്ന ഒരു കാര്യവും ഈ പറയുന്ന മാത്യു കുഴൽനാടൻ ഇല്ലാത്തതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ഇന്നത്തെ സംഭവങ്ങളിൽ ഇതിൽ നിന്ന് മാറി നിന്ന് നോക്കിയാൽ
ഇത് വളരെ രസകരമായ രാഷ്ട്രീയ സാഹചര്യമാണെന്ന് ഞാൻ പറയാൻ കാരണം ഇത് വളരെ ഒരു മിക്സ് ഓഫ് ഇവൻസാണ് ഹർഷ. ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ വിജയിക്കുകയും LDF വിജയിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങേയറ്റം ഡ്രൈ ആയ സാഹചര്യത്തിലായിരുന്നു പോവുക. കാര്യങ്ങളൊക്കെ അതിൻ്റെ അച്ചടക്ക മട്ടിലങ്ങ് നടക്കും. മൂപ്പര് കുറേ ആളുകൾ മന്ത്രിമാരായിട്ട് തിരഞ്ഞെടുക്കും, അവർ മന്ത്രിമാരായിട്ട് പോകും, ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ല, ഇങ്ങനെ അങ്ങ് പോകും. ഇത് പക്ഷേ വളരെ രസകരമാണ്. എന്നാൽ അതേസമയം ഇതിനകത്ത് എല്ലാത്തിൻ്റെയും പ്രാതിനിധ്യമുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്. ഈ സംഭവ വികാസങ്ങൾ എല്ലാത്തിൻ്റെയും പ്രാതിനിധ്യമുണ്ട്. കോൺഗ്രസിൻ്റെ ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ ഉണ്ട്, RSPയുടെ ഉണ്ട്, ജോസഫ് ഗ്രൂപ്പിൻ്റെ ഉണ്ട്, CPIMൻ്റേത് പോലും ഉണ്ട്. CPIMൻ്റെ പ്രാതിനിധ്യം എന്താ? CPIMൻ്റെ പ്രാതിനിധ്യം ധാർഷ്ട്യം എന്ന സംഗതിയാണ്. CPIM ധാർഷ്ട്യക്കാരാണ് എന്ന പോയിന്റ് നാളെയും പ്രചരിപ്പിക്കാനായിട്ട് സുധാകരനെ ഇവർ സ്വന്തം നിലയിലേക്ക് കൊണ്ടുപോയി എന്നൊരു തോന്നൽ പോലും എനിക്കുന്നുണ്ടായി. അതായത് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ പറ്റേ തോറ്റടിഞ്ഞ LDF ആയതുകൊണ്ട് നാളെ പിണറായി വിജയനെയൊന്നും ചീത്ത വിളിക്കാനോ അല്ലെ CPMകാർ ഇത് അധാർഷ്ട്യക്കാരാണെന്ന് പറയാനോ ഒരു അവസരം ഭാവിയിൽ ഉണ്ടാകില്ല എന്ന് കണ്ടിട്ട് അതുകൂടെ മുൻകൂട്ടി കണ്ടിട്ടാണോ ഈ VD സതീശനും RCയും പിന്നെ KC ഒക്കെ ചേർന്നിട്ട് സുധാകരനെ കൊണ്ടുവന്ന് അവരുടെ പക്ഷത്ത് നിർത്തി വിജയിപ്പിച്ച് MLA ആക്കിയെന്ന സംശയം എനിക്ക് സത്യമായിട്ടും അദ്ദേഹത്തിന് ബൈറ്റേണ്ടപ്പോൾ ഉണ്ടായി. അതായത് എന്താണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? ധാർഷ്ട്യം, ഭയങ്കരമായ ധാർഷ്ട്യം. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് വരാത്ത ഈ പറയുന്ന PJ ജോസഫോ PK കുഞ്ഞാലിക്കുട്ടിയോ ഷിബു ബേബി ജോണോ ദേവരാജനോ ഒന്നും വിചാരിച്ചാൽ നടക്കാത്ത ഒരു രാഷ്ട്രീയ പോയിന്റിനെ CPMൻ്റെ കൂടെ പ്രാതിനിധ്യത്തെ ഇവരിതിനകത്തെ കൊണ്ടുവന്നു സുധാകരനിലൂടെ. അദ്ദേഹം കിട്ടാവുന്ന അവസരത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അതായത് അപ്പുറത്ത് മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നു, കോൺഗ്രസിൻ്റേതായിട്ടുള്ള UDFൻ്റേതായിട്ടുള്ള ആ തനത് സംഗതികൾ നടക്കുമ്പോൾ ഇപ്പുറത്ത് CPMൻ്റേതായിട്ടുള്ള തനത് സംഗതികളെയും ഇവർ ഉള്ളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നു എന്നത് എനിക്ക് മഹാരസകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. ഈ അതിരസകരമായുള്ള സംഭവങ്ങളുടെ ഒരു മിക്സ് ഓഫ് ഇവൻസ് വരും ദിവസങ്ങളിൽ നടക്കും. കുറച്ചുകൂടെ ദിവസങ്ങൾക്ക് ശേഷം മതി ഇവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് എന്ന തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഈ ദിവസങ്ങൾ ഇങ്ങനെ തന്നെ പോകുന്നത് പൊതുവിൽ ചാനലുകൾക്കും റിപ്പോർട്ടർമാർക്കും നമ്മൾ ചർച്ച ചെയ്യുന്ന ആളുകൾക്കും പിന്നെ ഈ പറയുന്ന കാണാനിരിക്കുന്ന ആളുകൾക്കൊക്കെ മനോഹരമായ കാര്യമുണ്ട്. ഇതിനെന്തെങ്കിലും ദോഷമൊന്നുമില്ല. ആരും ആരെയും തല്ലുന്നില്ല, പിന്നെ ആരും ആരെയും ഉപദ്രവിക്കുന്നില്ല. കുറച്ച് ഫ്ലക്സുകൾ അവിടെയുണ്ട്, ചില ആളുകൾ കീറുന്നു, ചില ആളുകൾ പാലൊഴിക്കുന്നു, കുറച്ച് മുദ്രാവാക്യം വിളിക്കുന്നു, 3 ഇനീഷ്യൽസ് ഇങ്ങനെ പറയുന്നു. നമുക്കിപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മറ്റേ ഇൻഹരിയർ എന്ന സിനിമയിലുള്ളതുപോലെ അല്ല അതിന് മുന്നുള്ള സിനിമയിലുള്ളതുപോലെ നമുക്കിപ്പോൾ ആരായാലും മതി. മുഖ്യമന്ത്രി VD സതീശൻ എന്ന് വായിക്കാം, മുഖ്യമന്ത്രി KC വേണുഗോപാൽ എന്ന് വായിക്കാൻ നമ്മൾ തയ്യാറാണ്, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല എന്ന് വായിക്കാനും നമ്മൾ തയ്യാറാണ്. ഈ സംഭവങ്ങളെല്ലാം ചേർന്നിട്ട് മനോഹരമായിട്ടുള്ള അങ്ങേയറ്റം രാഷ്ട്രീയ ആലസ്യത്തിലേക്ക് പോകുമായിരുന്ന സംസ്ഥാനത്തെ അങ്ങ് ഉണർത്തിയിരിക്കുന്നു എന്നതാണ് ഞാൻ കാണുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യം. ദീർഘകാലത്തേക്ക് ദീർഘദിവസങ്ങളിലേക്ക് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാനിത് ഏതാണ്ട് സമാനമായ മാനസികാവസ്ഥ തന്നെയാണ്. ശരിക്കും എനിക്ക് ലൂസിഫർ സിനിമ കാണുന്നത് പോലെയാണ് എനിക്ക് ഇത്. കാരണം ഇന്നത്തെ സാഹിത്യം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ, കാരണം കോൺഗ്രസ് പ്രവർത്തകരായ നേതാക്കൾ തന്നെയായ പലരും ഈ നേതാക്കന്മാർക്ക് വേണ്ടി പറഞ്ഞ് അവതരിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ വായിക്കുകയും കേൾക്കുകയും ഈ മുദ്രാവാക്യം വിളികളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ ലൂസിഫർ സിനിമയിലെ സ്റ്റീഫൻ നെടുമ്പള്ളി കഥാപാത്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലെയാണ്. VD സതീശനെ നോക്കുമ്പോൾ എനിക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയായി തോന്നും, അപ്പുറത്ത് KC വേണുഗോപാലിനെ നോക്കുമ്പോൾ എനിക്ക് അബ്രഹാം ഖുറേഷിയായിട്ട് തോന്നും. ഇങ്ങനെയാണ് നിലവിലെ ഒരവസ്ഥ. കാരണം കഥകൾ അങ്ങനെയാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ. കാരണം നമുക്ക് മുന്നിൽ നിന്ന് നയിച്ച VD സതീശനെ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ രംഗത്തും ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് പുറകിൽ വേറൊരു അബ്രഹാം ഖുറേഷിയായി അവിടെ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് ഈ ആസൂത്രണം മുഴുവൻ നടത്തിയത്. ഇപ്പോൾ ഇന്ന് വായിക്കുമ്പോഴാണ് ഇവരാരുമല്ല, സുധാകരനെ കൊണ്ടുവന്നിരിക്കുന്നത് KC വേണുഗോപാലാണ്, മുഴുവൻ ആളുകൾക്കും ഫണ്ട് കൊടുത്തിരിക്കുന്നത് KC വേണുഗോപാലാണ്, സ്ഥാനാർത്ഥികളെ വിജയസാധ്യതയുള്ള ആളുകളെ കണ്ടെത്തിയത് KC വേണുഗോപാലാണ് എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വായിച്ച് ഉള്ള അറിവാണ് നമുക്കുള്ളത്. ഇത് നമുക്കാർക്കും അനുഭവവേദ്യമായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ VD സതീശൻ ഇത് ചെയ്യുന്നു എന്നത് നമുക്ക് നേരിട്ട് കണ്ടറിയാവുന്ന ഒരു കാര്യമായിരുന്നു. രമേശ് ചെന്നിത്തലയാവട്ടെ, ഇതിനകത്ത് രമേശ് ചെന്നിത്തല വളരെ സീനിയറായ നേതാവും ഏറ്റവും ഇവരുടെ എല്ലാം നേതാവായിരുന്നു. ഈ 2 പേരുടെയും നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ആ നിലയ്ക്ക് പക്ഷേ രമേശ് ചെന്നിത്തല വളരെ പക്വമായ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇവരാരും നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ പുറത്തിറങ്ങിയിട്ട് ബഹളം വെക്കുന്നില്ല ഈ നേതാക്കളാരും. നാളെ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെടുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കൈകോർത്ത് ആകാശത്തിലേക്ക് ഉയർത്തി ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറയുകയും ചെയ്യും. അത് കോൺഗ്രസിൻ്റെ രീതിയാണ്, ആ മട്ടിൽ തന്നെ പോകും. പക്ഷേ ഈ സമയത്ത് ഇതിങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന അവസ്ഥയാണ്. ആ മത്സരമാണ് നടക്കുന്നത്. ചിലപ്പോൾ ഇവർ പരസ്പരം പോലും പറഞ്ഞിട്ടുണ്ടാവും നമ്മളെന്തായാലും മത്സരിക്കും, പരസ്പരം ആര് നേടുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ടായെന്ന് ചിലപ്പോൾ പരസ്പരം പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഈ മത്സരരംഗത്തേക്ക് ഇവർ ഇറങ്ങിയിട്ടുണ്ടാവുക. ഇന്നിപ്പോൾ പലരും പ്രചരിപ്പിച്ച് കണ്ടു KC വേണുഗോപാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ കണ്ടതാണ്. KC വേണുഗോപാൽ മുമ്പ് പറഞ്ഞത് മറന്നുപോയോ,
എന്നൊക്കെ ചോദിച്ചിട്ട്, അതായത് കെ സി വേണുഗോപാൽ നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കേരളത്തിലേക്ക് വന്ന് ഇനിയിപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ അധികാരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പറന്നിറക്കം ഉണ്ടാകുമോ എന്നുള്ള മട്ടിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് അതിനെ ഞാനെന്തോ അനർഹമായത് ഇവിടെ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നു എന്ന മട്ടിലാണോ നിങ്ങൾ അതിനെ കണക്കാക്കുന്നത്? ഞാനിവിടെ KSU കാലം മുതൽ തല്ലുകൊണ്ട് വളർന്നു വന്ന നേതാവാണ് എന്നുള്ളത് വാസ്തവമാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ തല്ലുകൊണ്ട് വളർന്നു വന്ന നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ ഈ കായിക വകുപ്പ് മന്ത്രിയൊക്കെ ആയിരിക്കുമ്പോൾ ഈ വോളിബോൾ കോർട്ടിൽ ഇറങ്ങി, അദ്ദേഹം നല്ല വോളിബോൾ പ്ലെയറാണ്. അപ്പോൾ ആ വേഷത്തിൽ ഇറങ്ങി നല്ല സ്മാഷൊക്കെ അടിച്ച് തന്നെയാണ് അദ്ദേഹം ആ കാലത്ത് അദ്ദേഹത്തെ തന്നെ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നിരുന്നെങ്കിൽ ആ മട്ടിൽ അദ്ദേഹം വളർന്നത് സ്വാഭാവികമാണ് അത്. പക്ഷേ കേരളത്തിലെല്ലാം അദ്ദേഹം ഡൽഹിയിലേക്ക് പിന്നീട് പോകുന്നു, ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി വളരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള സാഹചര്യം. പക്ഷേ സാധാരണക്കാർ ഇവിടെ ഇപ്പോൾ ഇന്ന് ഉയർന്ന കണ്ണേ കരളെ വിളിയുടെ അടിസ്ഥാനം എന്താണ്? ആളുകൾക്കിടയിലുണ്ടായിരുന്നയാൾ, അവർക്ക് അനുഭവവേദ്യമായ ഒരു നേതൃത്വം, അത് VD സതീശൻ്റെയാണ്. VD സതീശനെയാണ് അവരെന്നും കാണുന്നത്. എല്ലാ ദിവസവും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് VD സതീശനാണ്. എല്ലാ ദിവസവും സർക്കാരിനോട് പോരടിക്കുന്നത് VD സതീശനാണ്. ആ നിലയ്ക്കാണ് VD സതീശനെ അവർ കാണുന്നത്. പിന്നെ ഒരു വിഷനുള്ള നേതാവായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നന്നായി വായിക്കുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് ഒരു ഇമേജ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വലിപ്പം എന്താണെന്നുള്ളത് ഒരുപക്ഷെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഈ ദിവസങ്ങളിലാവും തിരിച്ചറിയുന്നത്. കാരണം പതിവ് രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ലീഡർക്ക് വേണ്ടി ഈ രീതിയിൽ തെരുവിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ രീതിയിൽ കെ കരുണാകരൻ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇങ്ങനെ കെ കരുണാകരൻ ഇങ്ങനെ മുറുകി വരുമ്പോൾ തെരുവിൽ ആളുകൾ മുദ്രാവാക്യം വിളിയുമായിട്ട് ഇറങ്ങാറുണ്ട്. അതൊക്കെ ആ കാലത്തെ ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്ക് നമ്മൾ തിരിച്ചുപോയി. അന്ന് കെ കരുണാകരൻ അങ്ങനെ ആളുകൾ തെരുവിൽ ഇറങ്ങുന്ന മട്ടിൽ ഇടപെടൽ നടത്തിയിട്ടുള്ളതൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയല്ല, ഒപ്പം നിൽക്കുന്നവർക്ക് ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയും ചിലപ്പോൾ കെ മുരളീധരന് വേണ്ടിയും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് മുറുക്കിയിട്ടുള്ളത് ആ കാലത്ത്. ഇതിപ്പോൾ അവരവർക്ക് വേണ്ടിയുള്ള നിലപാട് മുറുക്കുകയാണ്. ഇത് കേരളത്തിന് അങ്ങനെ പരിചിതമല്ലാത്ത കാഴ്ചയാണ്. അതായത് ഒരു സ്ഥാനത്തെത്താൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി പണിയെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഈ പുതുതലമുറ വോട്ടർ. ഇപ്പോൾ 18 വയസ്സുള്ള ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യത്തെ കാഴ്ചയാണ്. ഇങ്ങനെ ഒരു കാഴ്ച അവർക്ക് അവരുടെ ഓർമ്മയിൽ ഉണ്ടാവുകയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വന്ന ആളുകൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചില പരിപാടികൾ ഉണ്ട് എന്നുള്ളത് ആദ്യമായി കണ്ടറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കൗതുകം. എനിക്ക് തോന്നുന്നത് MLA-മാരുടെ ഈ ഹൈക്കമാൻഡിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. കാരണം ഈ ഹൈക്കമാൻഡ് കൾച്ചറിൻ്റെ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ജനവികാരം എന്തു തന്നെ ആയാലും അതിനെ മാനിച്ചുകൊണ്ടായിരിക്കില്ല ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നത് സമീപകാല നമ്മുടെ ഈ കഴിഞ്ഞ കുറേ കാലം എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു 30 വർഷത്തെ ചരിത്രം എടുത്താൽ തന്നെ ഹൈക്കമാൻഡ് പലപ്പോഴും ഈ ഒരു 10-25 വർഷത്തെ നൂറ്റാണ്ടിൻ്റെ ചരിത്രം എടുത്താൽ ഹൈക്കമാൻഡ് ജനവികാരത്തെ മാനിച്ചുകൊണ്ടല്ല തീരുമാനങ്ങൾ പലപ്പോഴും കൈക്കൊള്ളുന്നത് എന്നുള്ള പ്രശ്നം. അതിലിപ്പോൾ സ്കോളറായിട്ടുള്ള യാസർ അറാഫത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ആന്ധ്രയിലെ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജഗൻമോഹൻ റെഡ്ഡി പുതിയ പാർട്ടി ഉണ്ടാക്കാണ്ടായ സാഹചര്യം, അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ ഒരു തരത്തിലും ആന്ധ്രയോട് നീതി കാണിക്കാത്ത വിധം ഹൈക്കമാൻഡ് അവിടെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായ തകർച്ച ആ നാട്ടിലെ പാർട്ടിക്ക് ഉണ്ടായതിനെ പറ്റി അദ്ദേഹം പറയുന്നത്. അവർ കുടുംബാംഗങ്ങൾ പോയിട്ട് സോണിയാഗാന്ധിയെ കാണാൻ ചെന്നിട്ട് സോണിയാഗാന്ധി സമ്മതിച്ചിട്ടില്ല. സോണിയാഗാന്ധി എന്ന ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും ഉന്നതമായ നേതൃത്വത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ് പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പറയുന്നതിന് സംശയിക്കേണ്ട കാര്യമില്ല. ഇവിടെ മാത്രമാണോ? അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ പോയത് നന്നായി എന്ന് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടാവുമെങ്കിലും അതോടെ ആ പ്രദേശം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അസം സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ഇപ്പം രാജസ്ഥാനിൽ നോക്കിയാൽ, മധ്യപ്രദേശിൽ നോക്കിയാൽ ഒക്കെ നയിക്കുന്നയാൾ, കർണാടകത്തിൽ ഏറ്റവും ഒടുവിൽ നോക്കിയാൽ DK ശിവകുമാറിനെ മാറ്റി നിർത്തിയിട്ടാണല്ലോ ഇപ്പുറത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരുന്നത്. കർണാടക അത്രയ്ക്ക് നമുക്ക് എടുത്തു പറയാൻ കഴിയില്ലെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ രാജസ്ഥാനിലൊക്കെ ഇത് തന്നെയാണ് സംഭവിച്ചത്. ജനങ്ങളുടെ വികാരം അറിഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആ ജനങ്ങളുടെ വികാരം ഒപ്പം നിർത്തുന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തിയിട്ട് ഹൈക്കമാൻഡുമായി കൂടുതൽ അടുപ്പമുള്ള ആളുകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ KC വേണുഗോപാലിന് ഈ പ്രശ്നത്തെ മറികടക്കാവുന്ന സാഹചര്യം കേരളത്തിലുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നുണ്ട്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ പാർട്ടി കോൺഗ്രസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് VD സതീശന് വേണ്ടി മാത്രമല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ചില വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കൂടിയാണ്. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റും എന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ KSRTC ബസ്സിലൊക്കെ നിരന്തരം കയറി വാഗ്ദാനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ് KC വേണുഗോപാൽ.
അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഈ തീരുമാനങ്ങൾ അങ്ങ് നടപ്പാക്കിക്കൊള്ളണം എന്നുമുണ്ട്. ഒരുപക്ഷെ നടപ്പാക്കിയേക്കാം. ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് അത് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെയുള്ള സാഹചര്യം കൂടി ആയതുകൊണ്ട് അഴീക്കോടല്ല ഇവിടെ പയ്യന്നൂരും തളിപ്പറമ്പിലും CPIM-ന്റെ നേതാക്കന്മാരെ പരാജയപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ടല്ലോ ഉറച്ച സീറ്റുകളിൽ. അതിന് സമാനമായ ഒരു സാഹചര്യം വേണമെങ്കിൽ ഇരിക്കൂറിലും ഉണ്ടായിക്കൂടുന്നില്ല എന്ന് വരെ ഞാൻ പറഞ്ഞു. പക്ഷേ ഒരു 6 മാസത്തെ ഇടവേള കിട്ടിയാൽ ആളുകൾ ഈ സാഹചര്യമൊക്കെ മറക്കും. അത് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ KC വേണുഗോപാലിന് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ആ നിലയ്ക്ക് പെർഫോം ചെയ്ത ഒരാളാണ്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, അതായത് ഇപ്പോൾ KC-യിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമായിരിക്കും. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ ആര് മുഖ്യമന്ത്രി ആയാലും നമ്മൾ സന്തോഷമേ ഉള്ളൂ. നല്ല ആളുകളാണ് 3 പേരും. ഇപ്പോൾ ഒരുപക്ഷെ KC-യിലേക്ക് പോകുമായിരിക്കും. പക്ഷേ സത്യത്തിൽ മറ്റാര് മുഖ്യമന്ത്രി ആയാലും VD സതീശനെ ഓർത്ത് ഹൃദയവേദന ഉണ്ടാകുന്ന ആളുകളുണ്ടാവും. അതിലൊരാളായിരിക്കും ഞാൻ. ആ ചിത്രത്തിൽ ലാ 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 ഈ മ്യൂസിക് ആയിരിക്കും നമ്മുടെ BGM ആ സമയത്ത്. അതായത് വിഷമം ഉണ്ടാവും ഉറപ്പായിട്ടും. എനിക്ക് മാത്രമല്ല, ഹർഷന് മാത്രമല്ല, ഒരുപാട് ആളുകൾ. കാരണം VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രമാത്രം അധ്വാനിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അതുകൊണ്ട് VD സതീശനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് മറ്റാരെങ്കിലും മുഖ്യമന്ത്രി ആകുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ ആ പാർട്ടിക്കും സംസ്ഥാനത്തിനൊക്കെ ഗുണം തന്നെ ചെയ്യുമായിരിക്കും. പക്ഷേ ആദ്യഘട്ടത്തിൽ നമുക്ക് വലിയ വിഷമം വരുന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന പല നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പക്ഷേ ഒരു പോയിന്റ് എന്താണെന്നറിയാമോ, നിങ്ങൾ ഈ പറയുന്ന മുന്നിൽ നിന്ന് നയിക്കുന്നത് VD സതീശനാണ് എന്നുള്ളത് സമ്മതിക്കാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ വിജയത്തിലെത്തിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റിയ ഫണ്ട് സമാഹരണം അടക്കമുള്ള കാര്യങ്ങൾ അതിനും അതിൻ്റെതായ പെയിനുണ്ട് എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് പറയുമ്പോൾ നമുക്ക് ശരിയാണല്ലോ എന്ന് തോന്നും, പക്ഷേ വിഷമം വരും. സത്യമാണ്. അപ്പോൾ അതിപ്പം നമുക്ക് രമേശ് ചെന്നിത്തലയെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം വരും. കാരണം എൻ്റെ വീട്ടിൽ രമേശ് ചെന്നിത്തലയും ഞാനിവിടെ നിൽക്കുന്ന ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്. അന്നും അദ്ദേഹം മന്ത്രിയാണ്. അന്ന് രമേശ് ചെന്നിത്തല ഏറ്റവും ചെറുപ്പക്കാരനായ ഈ ഷാഫി പറമ്പിലിനെ പോലെയൊക്കെ പറന്ന് നിൽക്കുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇന്നൊരു സമ്മാനം മേടിക്കുന്ന പടം എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അത് കാണുമ്പോൾ എനിക്കും സങ്കടം വരും, രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. രമേശ് ചെന്നിത്തലയെ കൊണ്ട് ഞാൻ കഴിഞ്ഞ 5 വർഷം മുമ്പൊന്ന് വിഷമിച്ചത്, അതുകൊണ്ട് അത് ശരിയാണ്. അദ്ദേഹത്തിന് കിട്ടുന്നതായിരുന്നല്ലോ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിലെ ഏറ്റവും നിർണായക മണിക്കൂറുകളാണ് ഇന്ന് കടന്നുപോയത്. MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ തീരുമാനത്തിലേക്ക് അധികം വൈകാതെ ഹൈക്കമാൻഡ് എത്തിച്ചേരും. കോൺഗ്രസിലെ വ്യവസ്ഥാപിത രീതിയായ MLA-മാരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു തീരുമാനത്തിലേക്കാണ് ഹൈക്കമാൻഡ് എത്തുന്നതെങ്കിൽ KC വേണുഗോപാലിനാകും കേരളം അടുത്ത 5 വർഷം ഭരിക്കാനുള്ള നറുക്കു വീഴുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇന്ന് നമ്മൾ സംസ്ഥാനത്തുടനീളം കണ്ടതും. തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഗ്രൗണ്ടിൽ നിറഞ്ഞു നിന്നത് VD സതീശനാണെന്നും അദ്ദേഹത്തെ കണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നുമാണ് അവരുടെ വാദം. അതോടൊപ്പം KC വേണുഗോപാലിനെ അനുകൂലിച്ച് ഇന്ദിരാഭവന് മുന്നിൽ കൂറ്റൻ ഫ്ലക്സ് ഉയരുന്ന കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടു. MLA-മാരുടെ അഭിപ്രായത്തോടൊപ്പം പ്രവർത്തകരുടെ വികാരത്തെയും മാനിക്കാൻ നേതൃത്വം നിർബന്ധിതമാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മുഖ്യമന്ത്രി ചർച്ചകൾ ഇനിയും വൈകുന്നതും തെരുവിൽ പരസ്പരം പോരടിക്കുന്നതും ലഭിച്ച വിജയത്തിൻ്റെ ശോഭ കെടുത്തുമെന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുന്നു.